അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ക്ഷീണം തീർക്കാനായിട്ട് നടക്കാൻ ഇറങ്ങിയല്ലോ. പുഷ്പ ചേച്ചിയുടെ കടയിൽ നിന്ന് ലേസും വാങ്ങിച്ചിട്ട് ദേ ഗ്രാമത്തിൻ്റെ കടയുടെ വാതിക്കൽ വെളിയിൽ നടപ്പ്. എന്താല്ലേ സ്വന്തം നാട്ടിൽ കൂടെ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ സ്നാക്സൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് ആരെയും ഒന്നിനെയും ബോധേഡ് ചെയ്യാതെ ഒരു പെണ്ണോ ആണോ എന്നൊരു വേർതിരിവില്ലാതെ ഈ നാട്ടിൽ കൂടെ നടക്കണമെങ്കിൽ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ മനോഭാവവും ഈ നാടും എത്ര മനോഹരമായിരിക്കണം അല്ലേ. പണ്ട് തൊട്ടേ ഇവിടെയുള്ളവർ എല്ലാ കാര്യങ്ങളെയും വെൽക്കം ചെയ്യുന്നതാണ്. ചില കാര്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെങ്കിലും അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കി കഴിയുമ്പം അത് അംഗീകരിക്കും. അതിപ്പോൾ വസ്ത്രധാരണമാണെങ്കിലും പുതിയ വിദ്യാഭ്യാസ രീതിയാണെങ്കിലും പുതിയ സംസ്കാരമാണെങ്കിലും എങ്കിലും എന്നതാണെങ്കിലും. പക്ഷേ അതുപോലെ തന്നെ അവർ വളർന്നു വന്ന അല്ലെങ്കിൽ തലമുറകൾ കൈമാറി വന്ന ആചാരങ്ങളും സംസ്കാരങ്ങളും ഒന്നിനോടും ഭയ പറയാറില്ല. ആരും തമ്മിൽ കളിയാക്കാറില്ല. അതും ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കുറേ കാലം മുമ്പൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒരു നാട് പട്ടിക്കാടല്ലേ, ഇവിടെ പുതിയ പുതിയ കാര്യങ്ങൾ അംഗീകരിക്കുമോ, ആണിനും പെണ്ണിനും ഒരേപോലത്തെ റൈറ്റ്സ് ഉണ്ടോ, ഒരേപോലത്തെ വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ വന്ന് നോക്കുന്നേ ഞങ്ങളുടെ ചെറുവാരണത്തിലെ ഇവിടുത്തെ ആളുകളോട് ഒന്ന് സംസാരിച്ച് നോക്ക്, അപ്പോൾ മനസ്സിലാക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദേ മോഹൻചേട്ടൻ്റെയും രത്നശേഷിയുടെയും പടവലങ്ങാത്തോട്ടാണ് കേട്ടോ കാണുന്നത്. ചീരകൃഷിയൊക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു ഇവിടെ നിന്ന് നല്ല ചുവന്ന ചീരയൊക്കെ വാങ്ങി തോരൻ വെച്ചൊരു വീഡിയോ ഒക്കെ കാണിക്കണമെന്ന്. പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ഓൾമോസ്റ്റ് തീർന്നു പോയിരുന്നു കേട്ടോ. ഈ കുളത്തിലൊരു ഓറഞ്ച് കളറിലെ മീനുണ്ട്. ഈ മീനിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇടയ്ക്കൊക്കെ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. 2 പേരാണുള്ളത്, ഇപ്പോൾ ഒരാളേ ഉള്ളൂ. ഇതും ഈ ചീരയും പടവലും കുറച്ച് സാധാരണക്കാരെ മനുഷ്യരും ആടും പശുവും കോഴിയും ഒക്കെ ചേർന്നാണ് കേട്ടോ ഞങ്ങളുടെ ചെറുവാരണം. ഇതിലേക്കൂടെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു നാടും അതിൽ കുറച്ച് സാധാരണ മനുഷ്യരും. വരിക, കാണുക, പോവുക, മലിനമാക്കാതിരിക്കുക.